ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. പിന്നെന്താണ് അതൊക്കെ സുരേഷ് ഗോപിയുടെ മോൻ അവന്റെയൊക്കെ ഒരാവശ്യമില്ല ഈ സിനിമയില്. എന്തിനു വരുന്നതെന്തോ ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ചെറുക്കന് വല്ല പണി ഒപ്പിച്ചു കൊടുത്തിട്ട് ജോലിക്ക് പറഞ്ഞിട്ട് 4 പൈസ ഉണ്ടാക്കോളാനും സിനിമയിൽ വിട്ട് മനുഷ്യന് സമയം കളഞ്ഞു. നിന്റെ 50 പൈസയുടെ ആക്ടിങ് ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരുന്ന ഓസ്കാർ അവാർഡ് എടുത്തോ. എന്നിട്ട് അണ്ണാക്കിലേക്ക് തിരിക്കും. പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളണം, മനസ്സിലായോ? അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട്. എന്നാലും അത്ര ഇത് പറയാനില്ല. എന്ത് ചെയ്തിട്ടും കൂടെ ഒരു മെനയാവണില്ലല്ലോ സജി. സുരേഷ് ഗോപിയുടെ മോനൊക്കെ അവന്റെ പാവക്കുട്ടിയെ പോലെയൊക്കെ ഇരിക്കുന്നത്. നമുക്ക് ഒരു സീൻ എടുത്തു പറയാൻ മാത്രമായിട്ടൊന്നുമില്ല. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. എന്തിനാടാ കൊന്നിട്ട് നീ കാണാൻ പോണേള്ളു. സുരേഷ് ഗോപി കോട്ടിട്ട് കാണാൻ ആൾക്കാർക്ക് ഒരു പ്രത്യേക ഇതാണ്. പഴയ ഒരു ഫയർ ബ്രാൻഡ് വലിയ ഡയലോഗും കാര്യങ്ങളും കഴിഞ്ഞു. ഫയറൊക്കെ കഴിഞ്ഞു, അതൊക്കെ പണ്ട്. ഇപ്പൊ ഫയറൊന്നുമില്ല, പുക മാത്രമേ ഉള്ളൂ. പുക ഇടയ്ക്കിടയ്ക്ക് അവിടെ സിഗരറ്റ് വലിക്കുമ്പോ വരുന്നുണ്ട്. വളരെ മോശം സിനിമയാണ്. പിന്നെ കണ്ടന്റ് ഒക്കെ മുമ്പ് ഇതിനു മുമ്പ് ഒരുപാട് പടത്തിൽ വന്ന് കണ്ടന്റാണ്. എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ മനസ്സിലായി, കഥ അറിയാൻ പറ്റി. പിന്നെ അറിയാൻ പറ്റി. ത്രില്ലടിപ്പിച്ചോ? ത്രില്ല് ഇല്ല അങ്ങനെയൊന്നുമില്ല. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? നെപ്പോഫിക്സിനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് അപ്പുറത്തുള്ള നല്ല ആർട്ടിസ്റ്റുകളെയാണ് നമുക്ക് മിസ് ചെയ്യുന്നത് ഫിലിമിലോട്ട്. 100% ഞാൻ യോജിക്കുന്നു. ഇതെന്തിനാ ഈ കോപ്പ്? നീയല്ലേ വാങ്ങിക്കൊണ്ടുവന്നത്? പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.